10ാമത്തെ തലമുറ ഖബറിൽ ഒരു കുറ്റിനാട്ടലിൽ അവസാനിച്ചു. 11ാമത്തെ തലമുറ ശൈത്താൻ അവരിൽ പ്രവേശിച്ചു. എന്നിട്ട് അവർക്ക് ഈ ചെതലരിച്ചു പോയ കുറ്റികൾ കാണിച്ചു കൊടുത്തു. ഖബറും പുറത്ത് ഈ കുറ്റിയിട്ട ഖബറുകൾ ആരാന്നറിയുമോ? ഇത് നിങ്ങളെ പൂർവികന്മാരായ മഹത്തുക്കളായ മശായിഖുകളാണ്, നിങ്ങളെ ഉപ്പുപ്പന്മാരുടെ ഉസ്താദുമാരാ. അവരെ പ്രത്യേകം മനസ്സിലാക്കാനാണ് ഈ കുറ്റികൾ നാട്ടിയിരിക്കുന്നത്. ചെതലരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഹുമാനം അവരോടുണ്ടെങ്കിൽ, ഈ മഹത്തുക്കളോട് ഇച്ചിരിയെങ്കിലും മര്യാദയുണ്ടെങ്കിൽ, ഒരദബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ 4 കല്ലെടുത്ത് വെച്ച് വരും തലമുറകൾക്ക് അവരെ മനസ്സിലാവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ മര്യാദകേടായി പോകും. ശൈത്താൻ ചെയ്യുന്ന ആദ്യത്തെ ജോലി ദുആയിൽ അല്ലാഹു അല്ലാത്തവരെ ഇടയാക്കലാണ്, അല്ലാഹു അല്ലാത്തവരെ പങ്കെടുപ്പിക്കൊടുക്കലാണ് ശൈത്താൻ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി. ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് മറിച്ചപ്പുറത്തു വലാ തുശ്രികൂ ബിഹി ശൈആ എന്നതിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് ഇന്നുകളുടെ പാഠം പഠിക്കാൻ എളുപ്പമായിട്ട്. 12ാമത്തെ തലമുറ ശൈത്താൻ അവരിൽ പ്രവേശിച്ചു. ഈ കാണുന്ന ഖബറുകൾ കണ്ടില്ലേ? ആരാണെന്നറിയുമോ ഇവർ? നിങ്ങളെ പൂർവികന്മാരായ മഹത്തുക്കൾ, ഔലിയാക്കൾ, മശായിഖുകൾ. മഹാനായ വദ് നിങ്ങളെ ഉസ്താദുമാരാണ്. മഹാനായ സുവാൽ നിങ്ങളെ ഉസ്താദുമാരാണ്. മഹാനായ യഊഖ്, യഗൂസ്, നസ്ർ നിങ്ങളെ ഉസ്താദുമാരും നിങ്ങളെ ശൈഖന്മാരുമാണ്. നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചത് അവരാണ്, നിങ്ങൾക്ക് ഈമാൻ പഠിപ്പിച്ചത് അവരാണ്. നിങ്ങളെ പൂർവികൻ അവരെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. നിങ്ങൾ പാപികൾ, നിങ്ങൾ ദോഷികൾ, നിങ്ങൾക്ക് ഡയറക്റ്റ് അള്ളാഹുവായിട്ട് ബന്ധപ്പെടാൻ യോഗ്യതയില്ലാത്തവർ. നിങ്ങൾ മഹത്തുക്കളിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം. എങ്കിലേ നിങ്ങളെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകും. നിങ്ങളെ പൂർവികന്മാർ ചെയ്ത ജോലി ഇതാണ്. ഞാൻ നിങ്ങൾക്കൊരു നാസിഹ് മാത്രം, ഒരു ഉപദേശകൻ മാത്രം, ഞാൻ പോവുകയാണ്. ഷൈത്താന്റെ ജോലി പൂർത്തിയാക്കി. 11ാമത്തെ തലമുറ ശിർക്കിലെത്തി. ആരായിരുന്നു ഈ ശിർക്കിലെത്തിയ 11ാമത്തെ തലമുറ? ഹിന്ദുക്കളായിരുന്നോ? ഹിന്ദുക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. ഇനിയും നൂറ്റാണ്ടുകൾ കഴിയണം ഹിന്ദുക്കൾ വരണമെങ്കിൽ. ക്രിസ്ത്യാനികളാണോ? ഏതാണ്ട് 8000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികൾ വന്നത്. ജൂതന്മാരാണോ? ഏതാണ്ട് 6000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജൂതന്മാര് വന്നത്. മജൂസികളാണോ? ഏതാണ്ട് 7000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മജൂസികൾ വന്നത്. പിന്നെ ആരാണിവർ? ഖബറുകളെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ മെനക്കെട്ട ഇവർ ആരാ? ഫബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ആദ്യത്തെ റസൂല് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അവരിലേക്കാണ് ഇറക്കിയത്. ആരിലേക്ക്? ഉമ്മത്ത് ശിർക്കിലേക്ക് പോയപ്പോൾ, ഉമ്മത്ത് കുഫറിലേക്ക് പോയപ്പോൾ, ഉമ്മത്ത് ബിദ്അത്തിലേക്ക് പോയപ്പോൾ അതിൽ നിന്ന് തിരുത്തിക്കൊണ്ടുവരാൻ ആദ്യമായിട്ട് റസൂലാക്കി അയച്ച അല്ലാഹു തആല നൂഹ് നബിയെ. ഇതുവരെ അയച്ചത് മുഴുവനും നബിമാരാണ്. ആദം നബിയാണ്, ഇദ്രീസ് നബിയാണ്, ശീസ് നബിയാണ്. എന്തുകൊണ്ട്? ഉമ്മത്ത് മുവഹിദീങ്ങളാണ്, പേരക്കുട്ടികൾ മുഅ്മിനീങ്ങളാണ്. അവർ ശിർക്കിലെത്തിയിട്ടില്ല, അവർ കുഫറിലെത്തിയിട്ടില്ല, അവർ ഈമാനിലാണ്. ചാഞ്ചാട്ടമുള്ളവരെ പിടിച്ചു നിർത്തലായിരുന്നു നബിമാരെ ജോലി. അവസാനം എത്തിയപ്പോഴേക്കും പൂർവീകന്മാരായ മഹത്തുക്കളെ വെച്ചുകൊണ്ട് ദുആയിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ ആൾക്കാർ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു. എല്ലാ സൽക്കർമ്മങ്ങളോടൊപ്പം അവർ ഈ 5 മഹത്തുക്കളെ വെച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ മെനക്കെട്ടപ്പോൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബിയെ അയച്ചു അല്ലാഹു തആല. സൂറത്തു നൂഹ് എടുക്കാൻ നമുക്കിനി. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തു നൂഹ്. എന്തു പറഞ്ഞു അല്ലാഹു? നൂഹ് നബി അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. റബ്ബി തമ്പുരാനെ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാത്രിയും പകലും ഞാൻ എൻ്റെ ഖൗമിനെ ദഅവത്ത് ചെയ്തു. ഏത് ഖൗമിനെ? ഹിന്ദുക്കളെയോ? അന്ന് ഹിന്ദുക്കളില്ലല്ലോ. ക്രിസ്ത്യാനികളെയോ? അന്ന് ക്രിസ്ത്യാനികളും ഇല്ലല്ലോ. ജൂതന്മാരെയോ? ജൂതന്മാരും ഇല്ലല്ലോ. ഇതൊക്കെ കൃത്യമായി കണക്കാൻ പറഞ്ഞുതരാം. 2000 കൊല്ലം പഴക്കം, ഈ 2000-ൽ നിന്ന് 2000 കൊല്ലം പഴക്കം ക്രിസ്ത്യാനിസത്തിന്, 4000 കൊല്ലം പഴക്കം ജൂതായിസത്തിന്, 6000 കൊല്ലം പഴക്കം ആര്യനിസത്തിന്, 9000 കൊല്ലത്തിന്റെ പഴക്കം ദ്രാവിഡയിസത്തിന്. ഭൂലോകത്തുണ്ടായ ആദ്യത്തെ മതം ദ്രാവിഡ മതമാണ്.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊട്ടടുത്ത തലമുറയാണ് ദ്രാവിഡന്മാർ. അവർ യൂഫ്രട്ടീസിന്റെ തീരത്ത് നിന്നും ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മാറിപ്പാർത്തവരാണ്. അവരാണ് ദ്രാവിഡ സമൂഹം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലവുമായി ബന്ധപ്പെട്ടതാണ് ആര്യന്മാര്. മൂസാ നബിന്റെ കാലവുമായി ബന്ധപ്പെട്ടവരാണ് ജൂതന്മാര്. ദാവൂദ് നബിന്റെ കാലവുമായി ബന്ധപ്പെട്ടവരാണ് മജൂസികള്. ഈസാ നബിന്റെ കാലവുമായി ബന്ധപ്പെട്ടവരാണ് ക്രിസ്ത്യാനികള്. അപ്പൊ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരിലേക്ക് വന്ന റസൂലാണ്? മുസ്ലിമീങ്ങളിലേക്ക് വന്ന റസൂലാണ്. എന്തായിരുന്നു അന്ന് മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? അള്ളാഹുവിനെ അംഗീകരിച്ചു, അള്ളാഹു അല്ലാത്ത ഔലിയാക്കളെ ആശ്രയിച്ചു. ഇവിടെയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ റിസാലത്തിന്റെ വില നമ്മൾ കാണേണ്ടത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയുമ്പോൾ അവർ ചെയ്ത ജോലിയെ പറ്റി പറഞ്ഞു. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം കുല്ലമാ ദഅഅതുഹും. അല്ലാഹ്, ഞാൻ അവരോട് ദഅവത്ത് ചെയ്യുമ്പോഴെല്ലാം, നിന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം, നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം, നീ അല്ലാത്തവർ ആരുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം അവരെ ചെവിയിൽ വിരലിട്ടിട്ട് അവർ പോകും. ഞാൻ പറഞ്ഞ വാക്ക് അവര് കേൾക്കൂല. അവര് എന്നെ കാണാണ്ട് നിൽക്കാൻ തുണി കൊണ്ട് മുഖം പൊത്തിയിട്ട് നടന്നു കളയും. അവർ ആ തോന്നിവാസത്തിലും അഹങ്കാരത്തിലും തന്നെ നിലനിൽക്കുകയും ചെയ്തു. എന്ത് പറഞ്ഞിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല അടച്ചവനെ. അവർ നീ അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ ആശ്രയിച്ച് തന്നെ മുന്നോട്ട്. അവര് പറയാൻ തുടങ്ങി, ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദ വലാ സുവാഅ വലാ യഊക വനസ്ര വലാ യഊക വയഊസ വനസ്ര. ദാ യഊക്കിനെ വിട്ടക്കല്ലേ, യഊസിനെ വിട്ടക്കല്ലേ, അതേപോലെ തന്നെ നസ്റിനെ വിട്ടക്കല്ലേ. അവരാണ് നിങ്ങളെ മഹാന്മാർ. അവരെ മാത്രം, അവരെയും കൂടി അവരിലൂടെ വേണം നിങ്ങൾ അല്ലാഹുവിലേക്ക് എത്താൻ. അല്ലാഹ് മാത്രമേ വേണ്ടൂ എന്നാണ് നൂഹ് പറയുന്നത്. നൂഹ് പറയുന്ന വാക്ക് കേൾക്കണ്ട. അവൻ ഭ്രാന്തനാണ്, അവൻ വട്ടനാണ്. നമ്മൾ പറയുന്ന കേട്ടോളിൻ. അല്ലാഹു ഉണ്ട്, അല്ലാഹുവിനോട് ഔലിയാക്കന്മാരുണ്ട്. നൂഹ് പറയുന്നു അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹു വേറെ ആരുമില്ല. ഇതല്ലേ സുഹൃത്തുക്കളെ ഒന്നാമത്തെ റസൂലിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം. ഇനി ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ദുആ, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. ഏ അല്ലാഹ്, ഈ ഭൂമിയിൽ ഒരൊറ്റ കാഫിറിനെ പോലും നീ ബാക്കി വെച്ചേക്കരുത് പടച്ചവനെ. ഇവിടെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാ? ഹിന്ദുക്കളെയാണോ? അന്ന് ഹിന്ദുക്കളില്ലല്ലോ. ക്രിസ്ത്യാനികളെയാണോ? അന്ന് ക്രിസ്ത്യാനികളില്ലല്ലോ. ജൂതന്മാരെയാണോ? അന്ന് ജൂതന്മാരും ഇല്ലല്ലോ. മജൂസികളെയാണോ? അന്ന് മജൂസികളും ഇല്ലല്ലോ. എല്ലാം നൂഹ് നബിന്റെ വെള്ളപ്പൊക്കത്തിന് ശേഷം വന്നാണല്ലോ. വെള്ളപ്പൊക്കത്തിന് മുമ്പ് ലോകത്ത് ഒരൊറ്റ മതവും ലോകത്ത് നിലവിലില്ലല്ലോ. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് അള്ളാനെ അംഗീകരിക്കുന്ന ജനം, അവരുടെ വിശ്വാസം അള്ളാഹു അല്ലാത്തവർ അള്ളാഹ്ക്ക് പകരം സഹായികളാണ് എന്ന്. അവർ അള്ളാഹിനെ അംഗീകരിച്ചവർ, ദീനനുസരിച്ച് ജീവിച്ചവർ, നിസ്കരിച്ചവർ, സക്കാത്ത് കൊടുത്തവർ, ദിക്ർ ചെയ്തവർ, എല്ലാ കൽമകളും ചെയ്തവർ, ഒപ്പം ഖബറിൽ അടക്കം പെട്ടിരിക്കുന്ന മഹത്തുക്കളെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നെത്താൻ വേണ്ടി ഇടയാളാക്കി നിർത്തിയവർ. ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിരിങ്ങൾ എന്ന് വിളിച്ചത് പിന്നെ ആരെയായിരുന്നു? നൂഹ് നബി കാഫിർ എന്ന് വിളിക്കാൻ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അവർ രാമനെ ആരാധിച്ചുകൊണ്ടായിരുന്നു. നമ്മൾ കുഫ്ർ ശിർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടെന്ന് അമ്പലത്തിലേക്ക് നോക്കുന്ന എന്തിന്റെ അർത്ഥത്തിലാ? കുഫ്റെന്നും ശിർക്കെന്നും പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അമ്പലത്തിലും ചർച്ചിലും എത്തുക. ആരാണ് ആ ഒരു വികാരം നമുക്ക് ഉണ്ടാക്കി തന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് മുസ്ലിമീങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നത്? ആ ഒരു ചോദ്യം ഏത് അടിസ്ഥാനത്തിൽ വന്നതാണ്? മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? മുസ്ലിമീങ്ങൾ എപ്പോൾ മുസ്ലിങ്ങൾ തന്നെയാണല്ലോ. ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും പറയുമ്പോഴല്ലേ മക്കത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം. എങ്കിൽ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാഫിരിങ്ങൾ എന്ന് പറഞ്ഞത് ഹിന്ദുക്കളെ ആയിരുന്നില്ലല്ലോ, ക്രിസ്ത്യാനികളെയും ആയിരുന്നില്ലല്ലോ. അന്ന് വേറെ നബി ഇല്ലല്ലോ, അന്ന് വേറെ റസൂൽ ഇല്ലല്ലോ. ആദ്യത്തെ റസൂലാണല്ലോ നൂഹ് നബി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയ്ക്ക് പരിചയമുള്ളത് ഒരു ഷഹീദിനെയും 5 ഔലിയാക്കളെയും ആണല്ലോ. ഷഹീദ് ഹാബീലായിരുന്നു. 5 ഔലിയാക്കൾ വദ്ദ്, സുവാഇ, യഊഖ്, നസ്റു ആയിരുന്നല്ലോ. അവരെയാണല്ലോ ആശ്രയിച്ചത്. അവരെ വെച്ചുകൊണ്ടാണല്ലോ അവർ സാമ്രാജ്യം പണിതത്. ആ മക്ബറ വെച്ചുകൊണ്ടാണല്ലോ അവർ കോടികൾ ഉണ്ടാക്കിയത്. ഇറാഖിൽ ഒരു ഭരണം തന്നെ സ്ഥാപിച്ചത് ഈ ഖബർ വെച്ചുകൊണ്ടായിരുന്നില്ലേ? ഇവർക്കൊക്കെ എതിരായിട്ടായിരുന്നില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത്? അല്ലേ? ഒന്ന്, ബഹുമാനപ്പെട്ട നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് കപ്പലിന്റെ പണി പൂർത്തിയായപ്പോൾ അല്ലാഹു തആല പറഞ്ഞു നൂഹ് നബിയോട്, നൂഹ്, നിങ്ങളോടൊപ്പം വിശ്വസിച്ചവരോട് മാത്രം കപ്പലിൽ കയറിക്കൊള്ളാൻ വേണ്ടി പറ. വളരെ ചെറിയ ന്യൂനപക്ഷം. 950 കൊല്ലത്തെ പ്രവർത്തനം, ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ഇറാഖി ജനത
നൂഹ് നബിക്ക് കിട്ടിയത് വെറും 71 പേര്. മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നൂഹ് നബി ഇറാഖിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര വെച്ചാൽ ആ യാത്രയിൽ ആകെ നൂഹ് നബിന്റെ ഒന്നിച്ചുണ്ടാകുക 71 പേര്. നേരെ മറിച്ച് വദ്ദിന്റെയും സുവായിന്റെയും ആൾക്കാർ ഇറാഖിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര വെച്ചാൽ കോടിക്കണക്കിന് ആൾക്കാർ എന്ന് വെച്ചിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ കപ്പലിൽ കയറ്റി 71 പേരെ. അത് കഴിഞ്ഞിട്ട് മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, കാട്ടിൽ നിന്ന് മൃഗങ്ങളിൽ ഈ 2 ഇണകളെയും പിടിച്ച് കപ്പലിൽ കയറ്റാൻ പറഞ്ഞു. അതും കയറി. കൽപ്പിക്കപ്പെട്ടതുപോലെ വെള്ളം കയറി. യൂഫ്രട്ടീസും ടൈഗ്രീസും കരകവിഞ്ഞൊഴുകി. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കപ്പൽ വെള്ളത്തിലെത്തി. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, പർവ്വതത്തോളം ഉയരമുള്ള തിരമാലകൾക്ക് മുകളിലൂടെ നൂഹ് നബിന്റെ കപ്പൽ ഓടാൻ തുടങ്ങി. നൂഹ് നബി കപ്പലിന്റെ മുകളിൽ നിന്ന് കാണുകയാണ് രാജാക്കന്മാരും രാജ്ഞിമാരും ചത്തൊടുങ്ങുകയാണ്. വദ്ദിന്റെ ആൾക്കാർ ചത്തൊടുങ്ങുകയാണ്. സുവായിന്റെ ആൾക്കാർ ചത്തൊടുങ്ങുകയാണ്. യഹൂക്കിന്റെയും ആൾക്കാർ ചത്തൊടുങ്ങുകയാണ്. അള്ളാന്റെ ആൾക്കാർ 72 പേര് കപ്പലിലാണ്. അള്ളാഹുവിനെ കൂടാതെ വേറെ ആരും അവർക്ക് സഹായിക്കാൻ എത്തിയില്ല. എത്ര കോടികളാണ് അവർ ചെലവഴിച്ചത്, എത്ര ജന്മദിനങ്ങളാണ് അവർ കൊണ്ടാടിയത്, എത്ര സ്മാരകങ്ങളാണ് അവർ പണിതത്, എത്ര ബിരിയാണിയാണ് അവർ ലോകത്തുണ്ടാക്കിയത്. ഒരു ഫലവും ചെയ്തില്ല.